വിലങ്ങാട് ഉരുൾപൊട്ടലിന് പിന്നാലെ ഈ പ്രദേശങ്ങളിൽ കടുത്ത വരൾച്ചയും രൂക്ഷമായ കുടിവെള്ളക്ഷാമവും. വേനൽ കടുക്കുമ്പോൾ പ്രയാസം വർദ്ധിച്ചേക്കുമെന്ന ആശങ്കയിലാണ് മലയോരവാസികൾ. ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിൽ നിന്നും നാട് കരകയറുന്നതിനിടെയാണ് മലയോരം വരൾച്ചയുടെ പിടിയിലായത്. കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങുന്നതിന്റെ സൂചന നൽകിയാണ് മയ്യഴിപ്പുഴയുടെ പ്രഭവ കേന്ദ്രം വറ്റിവരണ്ടത്. പ്രഭവ കേന്ദ്രങ്ങളായ പുല്ലുവ, മലയങ്ങാട് പുഴകളാണ് വറ്റിയത്. കഴിഞ്ഞ ജൂലൈ 30-ന് ഉരുൾപൊട്ടി വെള്ളം കുത്തിയൊലിച്ച പുഴകൾ ഡിസംബറിൽ തന്നെ വെള്ളം വറ്റിയിരുന്നു. ആദ്യമേ പുഴയ്ക്ക് നല്ലൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്ന സാധനമാണ്. പിന്നെ ഈ ഉരുൾപൊട്ടിന് ശേഷം പുഴയുടെ മൊത്തം കല്ലും തടി കഷ്ണങ്ങളെല്ലാം വന്നുകൊണ്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണെങ്കിലും ഇനിയുള്ള സമയത്താണെങ്കിലും ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു പോക്കിൻ്റെ അല്ല ചലനത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇനിയൊരു വലിയൊരു മഴയോ ഉരുൾപൊട്ടലോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് പുഴ മുഴുവൻ കവിഞ്ഞ് മറ്റ് പറമ്പുകളിലേക്കോ അല്ലെങ്കിൽ പോകാനോ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെയാണെങ്കിലും പ്രത്യേകിച്ച് ഇപ്പം മനുഷ്യരുടെ കുടിവെള്ളത്തിനാണെങ്കിലും ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ പുഴയുടെ ചിലർക്കൊക്കെ ഈ സ്ഥാനം മാറി ഒഴുകിയതും അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെല്ലാം ഒരു കുടിവെള്ളത്തിനാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു ആവശ്യങ്ങൾക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാവരും കൂടുതൽ ആൾക്കാരും ഈ കുടിവെള്ളത്തിനായിട്ട് ഈ ചെല്ലുന്നത് വെച്ചാൽ നമ്മുടെ തോട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഓലിയിൽ നിന്നുള്ള വെള്ളത്തിൽ നിന്നാണ് എല്ലാവരും ഈ കുടിവെള്ളത്തിനാണെങ്കിലും മറ്റാവശ്യങ്ങൾക്കാണെങ്കിലും പോകുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഈ ഉരുൾപൊട്ടലിന് ശേഷം ഏകദേശം എല്ലാവരും ഈ ജലസ്രോതസ് അതെല്ലാം പോയി. അതായത് ഉരുൾപൊട്ടിയുടെ ആ സ്രോതസ്സൊക്കെ നശിച്ചു പോയി. അപ്പോൾ എല്ലാവരും തന്നെയാണെങ്കിലും ഇപ്പം അങ്ങ് ദൂരെ ചിലരൊക്കെ കാട്ടിൽ നിന്നൊക്കെയാണ് ഈ വെള്ളം എടുക്കുവാനായിട്ട് ഓസൊക്കെ ഇട്ട് വീട്ടിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോഴാണെങ്കിലും സാധാരണ ഒരു മാർച്ച് മാസത്തിലാണ് എല്ലാവരെയും ഈ ജലത്തിൻ്റെ ഒരു ദൗർലഭ്യം നേരിട്ടുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഈ ഡിസംബർ മാസത്തോടെ ആയപ്പോഴത്തേക്കും ഭയങ്കരമായ വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അവസ്ഥ ഉരുൾ പൊട്ടുന്നതിന് മുമ്പ് പുഴയിൽ നല്ലപോലെ വെള്ളമായിരുന്നു. ഉരുൾ പൊട്ടിയതിന് ശേഷം പുഴയിൽ വെള്ളം തീരെ ഇല്ല, ഒഴുക്ക് കുറഞ്ഞു, വെള്ളത്തിൻ്റെ നിറമെല്ലാം മാറി, കല്ലിൻ്റെ എല്ലാം നിറം മാറി. പിന്നെ ഞങ്ങളെല്ലാം കുടിക്കുന്നത് ഓസിട്ട് വെള്ളം എടുത്താണ് ഞങ്ങളെല്ലാം കുടിക്കുന്നത്. ഇപ്പോൾ ഓസിട്ടാലും നല്ല വെള്ളം കിട്ടാനില്ല, ലേശം വെള്ളം ആകെ പുഴയിലുള്ളൂ. വടകര ബീച്ച് ഭാഗം ഉൾപ്പെടെയുള്ള 7 പഞ്ചായത്തുകളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നത് മയ്യഴിപ്പുഴയിലെ വിഷ്ണുമംഗലം ബണ്ടിൽ നിന്നാണ്. പുഴ വറ്റിയതോടെ ബണ്ടിലേക്കുള്ള നീരൊഴുക്ക് ഇല്ലാതാവുകയാണ്. ബണ്ടിന് താഴെയുള്ള ഭാഗങ്ങളിലും ജലവിതാനം കുറഞ്ഞിട്ടുണ്ട്.